ശബരിമലയിൽ ഹൈക്കോടതി വിലക്കിയ ആളിൽ നിന്നും സൗജന്യമായി ഇന്നോവ കാർ കൈപ്പറ്റി ദേവസ്വം ബോർഡ്. വ്യവസായിയും പാലക്കാട് സ്വദേശിയുമായ സുനിൽ സ്വാമിയാണ് ബോർഡിന് കാർ നൽകിയതായി വിജിലൻസിന് മൊഴി നൽകിയത്. പൂജാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിലാണ് ദേവസ്വം വിജിലൻസ് സുനിൽ സ്വാമിയുടെ മൊഴി രേഖപ്പെടുത്തിയത്. ശബരിമലയിൽ അനധികൃത ഇടപെടലുകൾ നടത്തിയതിന് 3 വർഷം മുമ്പ് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയ ആളാണ് വ്യവസായി സുനിൽ സ്വാമി. ശബരിമലയിലേക്കുള്ള പൂജാ സാധനങ്ങൾ ഇയാളാണ് സൗജന്യമായി വർഷങ്ങളായി നൽകുന്നത്. സൗജന്യമായി ലഭിക്കുന്ന പൂജാദ്രവ്യങ്ങൾ ഉപയോഗിച്ച ശേഷം ഉദ്യോഗസ്ഥർ പണം എഴുതിയെടുത്ത് തട്ടിപ്പ് നടത്തുന്നത് വിജിലൻസ് പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ദേവസ്വം ബോർഡിന് ഇന്നോവ കാർ സൗജന്യമായി നൽകിയിരുന്നതായി സുനിൽ സ്വാമി മൊഴി നൽകിയത്. 15 വർഷം മുമ്പ് ദേവസ്വം സെക്രട്ടറിയുടെ പേരിലാണ് കാറ് വാങ്ങി നൽകിയതെന്നാണ് മൊഴി. ആ കാർ ഇപ്പോഴും ബോർഡ് ഉപയോഗിക്കുന്നുണ്ടെന്നും മൊഴിയിൽ പറയുന്നു. 30 വർഷമായി ശബരിമലയിലേക്ക് പൂജാ സാധനങ്ങൾ സൗജന്യമായി എത്തിച്ചു നൽകുന്നുവെന്നും ഇയാൾ മൊഴി നൽകി. 10 വർഷമായി ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ പൂജാ തട്ടിപ്പ് നടക്കുന്നതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുണ്ട്. പടിപൂജ, കളഭാഭിഷേകം, അഷ്ടാഭിഷേകം, ഉദയാസ്തമന പൂജ തുടങ്ങിയ പൂജകളിലൂടെയാണ് തട്ടിപ്പ് നടന്നത്. കൊള്ളയടിക്കപ്പെട്ട തുക എത്രയെന്ന് കണ്ടെത്താൻ സംസ്ഥാന ഓഡിറ്റ് വകുപ്പിന്റെ സഹായവും വിജിലൻസ് തേടിയിട്ടുണ്ട്. ജനം, പത്തനംതിട്ട.